ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയായ ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന ചിക്കൻ ദം ബിരിയാണി നല്ല ടേസ്റ്റുമാണ്, നല്ല മണവുമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. ഇന്ന് ഈദല്ലേ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദാശംസകൾ. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒരു മിക്സഡ് ജാറിലേക്ക് ഒരു 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് ജീരകവും പെരുംജീരകവും കൂടി എടുത്ത് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് മല്ലിയിലയും പുതിനയിലയുമാണ്. അതൊന്ന് ചെറിയ പീസുകളാക്കി അരിഞ്ഞു വെക്കാം. ഇനി നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് സവാള പൊടിയായി അരിഞ്ഞും തക്കാളി പൊടിയായി അരിഞ്ഞതും ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി ഇതും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പും അര കപ്പ് നല്ല തൈരും കൂടി, നല്ല ഫ്രഷായ തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മുക. ഈ സവാളയും തക്കാളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി വെള്ളം നന്നായിട്ട് വരുന്നവരെ നല്ലതായിട്ട് തിരുമ്മുക. ഇനി അതിന് ശേഷം അതിലേക്ക് പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് 3/4 കിലോ ചിക്കൻ ഉണ്ട്, നല്ല കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും, ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തിരുമ്മി ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. അപ്പോഴേ നമുക്ക് ഈ മസാലയൊക്കെ അതിനകത്ത് പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ അടച്ചു വെക്കാം. ഇനി നമുക്ക് വേറെ ഉള്ളിയൊന്നും മൂപ്പിക്കേണ്ട, നേരെ നമുക്ക് സ്റ്റൗവ് ഓൺ ചെയ്ത് അതിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചീനച്ചട്ടിയിലാണ് ഞാനിത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നത്. അതേപോലെ തന്നെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പതുക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി സിമ്മിലാക്കുക. ഇനി ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇതിനകത്ത് വേറെ നമ്മളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഒന്ന് അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്കിടാം. നമ്മുടെ ചിക്കൻ കറി നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ, പാൻ ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ആ നെയ്യിലേക്ക് കുറച്ച് കശുവിനിട്ട് ഒന്ന് വറുത്തെടുക്കുക. കശുവിനിട്ടൊന്ന് വറുത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കിസ്മസും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കിസ്മസൊക്കെ ഒന്ന് വീർത്ത് വരുമ്പോഴേക്കും നമുക്കതൊന്ന് അതിനകത്ത് കോരി മാറ്റാം. റെഡി ആയിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതിലേക്ക് ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിലേക്ക് 2 സവാള വളരെ നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ സവാള നല്ല ഗോൾഡൻ ബ്രൗണായി വന്നിട്ടുണ്ട്. നമുക്കതും കോരി മാറ്റാം. അപ്പോൾ കശുവിനിട്ടും എല്ലാം നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. സവാളയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ, ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് 2-3 കഷ്ണം പട്ട, 2-3 ഏലക്ക, ഗ്രാമ്പു, 2-3 കുരുമുളക് എല്ലാം കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കുറച്ച് പെരുംജീരകവും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കൈമ റൈസാണ്, ജീരകശാല അരി എന്ന് പറയും, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് നന്നായിട്ടൊന്ന് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം അത് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒഴിപ്പിക്കുക. ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളക്കട്ടെ. ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരിയും കൂടി ആവശ്യമായിരുന്നു. അപ്പോൾ ഇത്തിരി കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ചിക്കനിലെ ഗ്രേവി നമുക്ക് അതിനകത്തുനിന്ന് കുറച്ച് എടുത്തതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു 1-2 കയ്യിൽ
ഗ്രേവിയും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 10 മിനിറ്റ് വെള്ളത്തിലേക്ക് ഇട്ട് കുതിർത്തി വാരി വെച്ചിരിക്കുന്ന നമ്മുടെ ജീരകശാല റൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചോറ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് നമ്മൾ ഈ ചിക്കൻ താഴെ നിരത്തി കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ചിക്കൻ ഗ്രേവിയോടുകൂടി തന്നെ അങ്ങോട്ട് നിരത്തി കൊടുക്കുക. ചോറ് വയ്ക്കുമ്പോൾ എപ്പോഴും ഒരു 70% വേവിൽ മാറ്റണം. അധികം വെന്ത് പോകരുത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ നിരത്തി കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചോറ് നിരത്തി കൊടുക്കുക. അധികം വേകാത്ത ചോറാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വേവ് ഇതേപോലെ ദമ്മിട്ട് കഴിയുമ്പോഴത്തേക്കും റെഡി ആയിക്കോളും. അത് ഇങ്ങനെ ഏറ്റവും താഴെ മാത്രമേ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിൽ ചോറ് വിതറി കൊടുത്തു. അതിൻ്റെ മുകളിൽ നമ്മുടെ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്, കിസ്മസ്, സവാള ഫ്രൈ ചെയ്തത് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി വിതറി കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഇനി നമുക്ക് അടുത്ത ലെയർ ചോറും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനൊരു 3 ലെയർ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ താഴെ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലേവർ മുകളിലേക്ക് വന്നോളൂ. അപ്പോൾ എല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല മണവുമാണ്. അപ്പോൾ 3ാമത്തെ ലെയർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാവുന്ന സാധാരണ ഒരു ബിരിയാണി, ദം ബിരിയാണിയാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അപ്പം നല്ല മണവും ഗുണവും രുചിയുമുള്ള നല്ല ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഏറ്റവും അവസാനം ബാക്കിയുള്ള സവാളയും കിസ്മസും കാഷ്യൂനട്ടും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, നമുക്കൊരു കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് ഇത്തിരി പാലിൽ കലക്കി ഒരു 2 ടേബിൾ സ്പൂൺ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് നല്ല ടൈറ്റായ പാത്രം കൊണ്ടൊന്ന് അടച്ചു വെക്കുക. ഇതിൻ്റെ നല്ല ടൈറ്റായ പാത്രമാണ്. അപ്പോൾ ഇതിന് ചുറ്റും മാവൊന്നും ഒട്ടിക്കണ്ട. നല്ല ടൈറ്റായ അത് ഒട്ടിച്ച് വെച്ചിട്ട് നന്നായിട്ട് അമർത്തി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ ബർണറിൽ വളരെ സിമ്മിലിട്ട് ഒന്ന് ദം ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അടിപൊളിയായിട്ട് നമ്മുടെ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. സൂപ്പറല്ലേ? ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും സിമ്മിൽ, ഏറ്റവും ചെറിയ ബർണറിലാണ് വെക്കേണ്ടത്. അതേപോലെ തന്നെ അത് സിമ്മിലിട്ട് വെക്കണം. അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ വല്ല പാത്രമൊക്കെ ഉണ്ടെങ്കിൽ, പഴയ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ പാൻ എടുത്ത് വെച്ച് അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് കഴിക്കാം. എല്ലാവരും കൂടെ നമുക്ക് കഴിക്കാം. ഇത്രേ ഉള്ളൂ. ഏറ്റവും നല്ല അടിപൊളി നല്ല ടേസ്റ്റിയായ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരെ.